കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മള് ഭാഗവതം, ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 8-ാമത്തെ അധ്യായം, അതില് 12-ാമത്തെ ശ്ലോകം. 1, 8, 12. കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ എന്നുള്ള ഒരു അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഈ ശ്ലോകം വായിക്കുന്നത്. തർഹ്യേവാദമുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്ത ലക്ഷ്യാസ്ത്ര അനുപാദതു. തർഹ്യേവാദമുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്ത അനാലക്ഷ്യാസ്ത്ര അനുപാദതു. തർഹ്യേവാദമുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്ത അനാല ലക്ഷ്യാസ്ത്രാനുപാദതു. വിവർത്തനം. ജയ ശ്രീ പ്രഭുപാദ്. ശ്രീ പ്രഭുപാദ് കി ജയ്. അല്ലയോ മഹാചിന്തകന്മാരിൽ ഉത്കൃഷ്ടൻ ആയവനെ, തേജസ്സാർന്ന ബ്രഹ്മാസ്ത്രം അവർക്ക് അഭിമുഖമായി വരുന്നത് ദർശിച്ച പാണ്ഡവർ താങ്കളുടേതായ 5 ആയുധങ്ങളുമേന്തി തയ്യാറായി നിന്നു. ഭാവാർത്ഥം. ജയ ശ്രീ പ്രഭുപാദ്. ശ്രീ പ്രഭുപാദ് കി ജയ്. അണ്വായുധത്തെക്കാൾ മേൽത്തരമാണ് ബ്രഹ്മാസ്ത്രം. യുധിഷ്ഠിരനാൽ നയിക്കപ്പെടുന്ന 5 സഹോദരന്മാരായ പാണ്ഡവരെയും ഉത്തരയുടെ ഗർഭത്തിലുള്ള പൗത്രനെയും വധിക്കാനായി മാത്രമാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചത്. ആകയാൽ ബ്രഹ്മാസ്ത്രം അന്ധമായ അണ്വായുധത്തെക്കാൾ അധികം ഫലപ്രദവും സൂക്ഷ്മവുമാണ്. അണ്വായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തെയും മറ്റുള്ളവരെയും വേർതിരിച്ചറിയുന്നില്ല. അവ നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ നിരപരാധികൾക്കും ഹാനി വരുത്തുന്നു. എന്നാൽ ബ്രഹ്മാസ്ത്രം അതുപോലെയല്ല. അത് ലക്ഷ്യത്തെ വേർതിരിച്ചറിയുകയും നിരപരാധികൾക്ക് ഹാനി വരുത്താതെ ലക്ഷ്യത്തെ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഓം ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപുസ്തക ശ്രീമതി ജയ പതാക സ്വാമി നാമനി നമാചാര്യ പതായനത്തെ കരുവടുത്തത് ഗുരു ഗുരു താമതരണ നമോ വിഷ്ണുപദായ ശ്രീമതി ഗൗരിവാണി പ്രചാരണ കൃഷ്ണ പ്രപുനിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. ആരാധ്യോ ഭഗവാൻ വൃജേശ തനയ തദ്ധാമ വൃന്ദാവനം രമ്യാ കാചിത് ഉപാസന വൃജവധു വർജേന യാ കൽപിത. ശ്രീമദ്ഭാഗവതം പ്രമാണമമലം പ്രേമ പുമാർഥോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു മതമിതം തത്രാദരൂ ന പരാ. ആരാധ്യോ ഭഗവാൻ വൃജേശ തനയ തദ്ധാമ വൃന്ദാവനം. ഭഗവാന്റെ ഏറ്റവും ആരാധനാർഹമായ രൂപം നന്ദമഹാരാജാവിന്റെ മകനായ ശ്രീകൃഷ്ണന്റേതാണെന്ന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. ശ്രീ ചൈതന്യ മഹാപ്രഭു മതം ഇതം തത്രാദരോ നാ പരാന്നാണ്. ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത്? ആരാധനാർഹമായ രൂപം നന്ദമഹാരാജാവിന്റെ മകനായ ശ്രീകൃഷ്ണന്റേതാണ്. അല്ലെ? ആരാധ്യോ ഭഗവാൻ വൃജേശ തനയ തദ്ധാമ വൃന്ദാവനം. എന്താണത്? വൃന്ദാവനമാണ്. അല്ലെ? വൃന്ദാവന ധാമമാണ് ഏറ്റവും ഉയർന്ന ആരാധനാർഹമായ വാസസ്ഥലം. അല്ലെ? നമ്മൾ വസിക്കുന്നെങ്കിൽ എവിടെ പോയിരിക്കണം? വൃന്ദാവനത്തിൽ പോയിരിക്കണം. അല്ലെ? കൃഷ്ണനെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്നതും മനോഹരവുമായ രീതി വൃജഗോപിമാരാണ് നടത്തുന്നത്. അല്ലെ? രമ്യ കാച്ചിത് ഉപാസന വൃജവധു വർജേന യാ കൽപിത. അപ്പൊ ഗോപികമാരാണ് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള എന്താണ് ആരാധന നടത്തുന്നത്. അല്ലെ? അവരാണ് ഏറ്റവും വലിയ ഭക്തന്മാർ. അവരെ വിമർശിക്കാൻ വയ്ക്കാൻ ആരുമില്ല. എല്ലാറ്റിലും കളങ്കമില്ലാത്ത അധികാരമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം പ്രമാണമമലം.
പ്രേമപുമാർത്തു മഹാൻ. ശ്രീമദ് ഭാഗവതം എന്താണ് അല്ലെ? എല്ലാറ്റിലും കളങ്കമില്ലാത്ത അധികാരമാണ് ശ്രീമദ് ഭാഗവതം. കൃഷ്ണപ്രേമം പ്രേമ പുമാർത്തു മഹാൻ അല്ലെ? കൃഷ്ണപ്രേമം ജീവിതത്തിന്റെ അഞ്ചാമത്തെയും ഉന്നതവുമായ ലക്ഷ്യമാണ്. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. ഏറ്റവും പ്രധാനപ്പെട്ടത് നന്ദമഹാരാജാവിന്റെ മകനായ ബ്രജേശതനയ ഗോകുലേശതനയ കൃഷ്ണനെ ആരാധിക്കുന്നു. പിന്നെയോ ശ്രീമദ് ഭാഗവതം പ്രമാണമല്ല അല്ലെ? അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഭാഗവതം എടുക്കാമെന്ന് വിചാരിച്ചത്. വാസുദേവൻ 4 കൈകളുള്ള രൂപമാണ്. അദ്ദേഹം കൃഷ്ണന്റെ ഒരു ഭാഗമാണ്. ദ്വാരകയിലെ കൃഷ്ണൻ പൂർണ്ണൻ അല്ലെ? ദ്വാരകയിലെ കൃഷ്ണനാണ് പൂർണ്ണൻ. മധുരയിലെ കൃഷ്ണൻ കൂടുതൽ പൂർണ്ണനാണ്. പൂർണ്ണതര എന്ന് പറയും. ബ്രജഭൂമിയിലെ കൃഷ്ണൻ ഏറ്റവും പൂർണ്ണമാണ്. പൂർണ്ണതമ, പൂർണ്ണം, കൂടുതൽ പൂർണ്ണം, ഏറ്റവും പൂർണ്ണം. ബ്രജേശതനെ എന്നത് കൃഷ്ണന്റെ ഏറ്റവും പൂർണ്ണമായ രൂപമാണ് അല്ലെ? വൃന്ദാവനത്തില് കൃഷ്ണനെ ആരാധിക്കണമെന്ന് മഹാപ്രഭു പറയുന്നു. ആര്? ചൈതന്യ മഹാപ്രഭു പറയും. ആരാധ്യോ ഭഗവാൻ ബ്രജേശതനയാ. ആ രൂപം 10 അല്ലെങ്കിൽ 12 വയസ്സുള്ള കിശോര കൃഷ്ണനാണ് അല്ലെ? കൊച്ചുകുട്ടിയാണ്, കൊച്ചുകൃഷ്ണനാണ്. ദ്വാരകയിലെ കൃഷ്ണനായ ദ്വാരകാധീഷ് ഒരു രാജാവാണ്. അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരും വളരെയധികം ഐശ്വര്യവുമുണ്ട്. എന്നാൽ അത് കിശോര കൃഷ്ണനാണ്. വ്രജഭൂമിയിലെ 10 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കൃഷ്ണൻ, അതാണ് കൃഷ്ണന്റെ ഏറ്റവും മനോഹരമായ രൂപം. അദ്ദേഹം വളരെ ലളിതമാണ്. ഗോപവേഷ കൃഷ്ണൻ അല്ലെ? ഗോപവേഷ നടവര. അദ്ദേഹം ഒരു ഗോപാലകന്റെ വേഷം ധരിച്ചിരിക്കുന്നു. നർത്തകരിൽ ഏറ്റവും മികച്ചവനാണ് ഭഗവാൻ. അദ്ദേഹം ഒരു രാജാവല്ല. അദ്ദേഹം മയിൽപ്പീലി ധരിക്കുന്നു, ഓടക്കുഴൽ പിടിക്കുന്നു, ഗോപാലക ആൺകുട്ടികളോടൊപ്പം കളിക്കുന്നു, ഗോപാലന്മാരുമായിട്ട് കളിക്കുന്നു. അദ്ദേഹം ത്രിഭംഗ ലളിതമാണ്. 3 സ്ഥലത്തും വളവുകൾ ഒടിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നിൽക്കാതെ 3 സ്ഥലങ്ങളിൽ വളഞ്ഞിരിക്കുന്നു അല്ലെ? അദ്ദേഹം നിൽക്കും. ഇതൊക്കെയാണ് എന്താണ് ഭഗവാന്റെ വർണ്ണന. ആര് പറയുന്നതാണ്? ചൈതന്യ മഹാപ്രഭു പറയുന്നത്. നമുക്ക് ഭക്തി വളരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സാധു സംഘം വേണം, നാമസങ്കീർത്തനം വേണം, ഭാഗവത ശ്രവണം വേണം, മധുരാവാസം വേണം അല്ലെ? പിന്നെന്താണ്? വിഗ്രഹാരാധന വേണം. ഇതൊക്കെയാണ് നമുക്ക് ഭക്തി വളരാനുള്ള അല്ലെ ഉപാധികൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തി വളരുമെന്നർത്ഥം. സാധുസംഘ നമ്മളിപ്പോ ചെയ്യുന്ന സാധുസംഘയാണ്. നാമസങ്കീർത്തനം നിങ്ങൾ ഓൾറെഡി നാമസങ്കീർത്തനം ചെയ്തിട്ടുണ്ട് അല്ലെ? ഇന്ന് രാവിലെ അല്ലെ? പിന്നെ ഭാഗവത ശ്രവണം, അതുകൊണ്ടാണ് ഇപ്പോൾ ഭാഗവതം എടുക്കുന്നത്. മധുരാവാസം എന്ന് പറഞ്ഞാൽ മധുരയിൽ പോയി താമസിക്കണമെന്നല്ല. ഏതെങ്കിലും വൃന്ദാവനമോ മായപൂരോ മധുരയിലോ ഏതെങ്കിലും ധാമത്തിൽ, ഭഗവാന്റെ ധാമത്തിൽ പോയി താമസിക്കണം. അതാണ് മധുരാവാസം. അപ്പൊ അവിടെയും നമുക്ക് ഭക്തി വളരും. പിന്നെ വിഗ്രഹാരാധന. കൃഷ്ണബലരാം ടെമ്പിളിൽ വന്നാൽ അവിടെ ഭഗവാന്റെ വിഗ്രഹമുണ്ട്. വിഗ്രഹം കാണാം അല്ലെ? വിഗ്രഹാരാധന. ഇവരാരും വെറുതെ നിൽക്കുന്നവരല്ല, അവരെല്ലാം ജീവനുള്ള വിഗ്രഹങ്ങളാണ്. അതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ? അതിന് വികാരങ്ങളുണ്ട് അല്ലെ? അത് കരയും, അത് ചിരിക്കും, അതൊക്കെ നമുക്ക് കാണാം. നമ്മൾ സൂക്ഷിച്ച് നോക്കണമെന്നുള്ളൂ. ആ കണ്ണുകൊണ്ട് കണ്ടാൽ മതി. ആ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാല് നമുക്കിതെല്ലാം കാണാൻ പറ്റും. പക്ഷെ ആ ഒരു എന്താണ് ഒരു എന്താ പറയുക, ഒരു ഭാവം വേണം. ആ ഭാവം ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഇതൊന്നും വെറുതെ അല്ല. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം അല്ലെ? അപ്പൊ ഇവിടെ ഉത്തര ഓടി വരികയാണ് അല്ലെ? പാഹി പാഹി മഹായോഗിൻ എന്ന് പറഞ്ഞിട്ട് ആര് വരികയാണ്? ഉത്തര ഓടി വരുവാണ്. ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കവെയാണ് ഉത്തര രക്ഷിക്കണേ ഭഗവാനെ, പാഹി പാഹി എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നത്. തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാനായി അശ്വത്ഥാമാവ് വിട്ട ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഉത്തര വിളിച്ചത് അല്ലെ? അപ്പൊ ഉത്തര എന്താ പറയാന്ന്? ഉത്തരയുടെ അമ്മ ഞാൻ പോവല്ലേ അല്ലെ? അപ്പൊ ഞാൻ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കണം എന്നാണ് ആര് പറഞ്ഞത്? ഉത്തര പറഞ്ഞിട്ടുള്ളത്. ഇതും പറഞ്ഞിട്ടാണ് നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഭഗവാൻ ഇങ്ങനെ ദ്വാരകയിലേക്ക് പോകാനായിട്ട് എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അല്ലെ? രഥത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുവാണ്, കയറാനായിട്ട്, അകത്തോട്ട് കയറാനായിട്ട് നിൽക്കുക. അപ്പോഴാണ് ഉത്തര ഇങ്ങനെ ഓടി വരുന്നത് അല്ലെ? അവിടെ പഞ്ചപാണ്ഡവരും ഉണ്ട്, അവിടെ ഭഗവാന്റെ അടുത്തുണ്ട്. ഇപ്പൊ ഞാൻ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല അല്ലെ? ഒരു അമ്മയുടെ സ്നേഹം നോക്കാം. ഞാൻ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, എന്ത് ചെയ്യണം? എന്റെ കുഞ്ഞിനെ, എന്റെ വയറ്റിലുള്ള, എന്റെ ഉദരത്തിലുള്ള, ഗർഭത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കണം എന്നാണ് പറയുക അല്ലെ? ഭഗവാനോട് അപേക്ഷിക്കാൻ. ഭഗവാനും പാണ്ഡവർക്കും മനസ്സിലായി. അശ്വത്ഥാമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? പാണ്ഡവര്
എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം വരുന്നെന്ന് പറഞ്ഞപ്പോ പാണ്ഡവർ എന്ത് ചെയ്തു? അവരവരുടെ ആയുധങ്ങൾ എടുത്തു. അഞ്ച് അല്ലെ, അഞ്ചു പേരും അവരവരുടേതായിട്ടുള്ള ആയുധങ്ങളെ എടുത്തു റെഡിയായി നിന്നു. എന്തിന്? ഈ ബ്രഹ്മാസ്ത്രത്തിനെ തടയാനായിട്ട്. അതാണ് പഞ്ചസായകൾ, അല്ലെ, അഞ്ചായുധങ്ങൾ. ഉം. അവരെല്ലാം തന്നെ വലിയ എന്താണ്, ഭക്തന്മാരായ, അല്ലെ, ആയുധ കലകളിൽ അവർ നിപുണരുമായിരുന്നു. ഭക്തന്മാരാണ്, പിന്നെയോ ആയുധകലകളിൽ നിപുണരുമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ബ്രഹ്മാസ്ത്രത്തോളം ശക്തി ഉണ്ടാവില്ലെന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അവർക്ക് അറിഞ്ഞാത്തോണ്ടല്ല, എന്നാലും അവർ റെഡിയായി നിൽക്കുക. അല്ലെ, അപ്പൊ ഭഗവാൻ ഇങ്ങനെ ചിരിക്കുകയാണ്, അല്ലെ, ഇതൊന്നും നടക്കില്ല. അതൊന്നും കൊണ്ടൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല. ബ്രഹ്മാസ്ത്രത്തെ തടയാൻ ഇവരുടെ ഈ ആയുധങ്ങളൊന്നും, ഈ പഞ്ചപാണ്ഡവരുടെ, അല്ലെ, വളരെയധികം എന്താണ്, നിപുണരായിട്ടുള്ള യുദ്ധകലകളിൽ നിപുണരായിട്ടുള്ള ഈ പഞ്ചപാണ്ഡവരുടെ അസ്ത്രങ്ങളൊന്നും അതിനെ തടയാനായിട്ട് ഉതകില്ല എന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. ഉം. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യുദ്ധത്തിൽ ഞാൻ ആയുധം എടുക്കില്ല എന്നാണ്, അല്ലെ, അങ്ങനെ ശപഥം ചെയ്തിരിക്കുക, അല്ലെ. പക്ഷേ ഉണ്ടെങ്കിലും ഭീഷ്മദേവന്റെ തീവ്രമായ ആക്രമണത്തിൽ നിന്ന് അർജുനനെ രക്ഷിക്കാനായി അദ്ദേഹം ആയുധമെടുത്തു, അല്ലെ. ആ ചക്രം എടുത്ത് കറക്കില്ലേ, അല്ലെ. കാരണം അത്ര തീക്ഷ്ണമായിട്ടാണ്, എന്താണ്, ഭീഷ്മദേവൻ ഇങ്ങനെ അമ്പ ചെയ്തുകൊണ്ടിരുന്നത്. അർജുനൻ ആകെ വശപ്പെട്ടു പോയി, അല്ലെ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ആയിരക്കണക്കിന് അസ്ത്രങ്ങളൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക, അല്ലെ. ഒരു 10, 20, 25, 100ഒക്കെ ആണെങ്കിൽ നമുക്കൊരു നോക്കാം. പക്ഷെ അർജുനനും അങ്ങ് വശപ്പെട്ടിരിക്കുകയാണ്. ഇതും കൂടെ കണ്ടപ്പോ, അപ്പൊ ആ ഭീഷ്മരുടെ അതീക്ഷ്ണമായിട്ടുള്ള ആ ഒരു ആവേശം കണ്ടപ്പോ ഭഗവാൻ മനസ്സിലായി, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇങ്ങനെ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അർജുനനെ ഇപ്പോ ഭീഷ്മർ ശരിയാക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം താഴെ ഇറങ്ങി ആ ചക്രം എടുത്ത് എറിയാൻ തുടങ്ങി, അല്ലേ. ഉം. അത് കാണാനായിരുന്നു ഭീഷ്മർക്ക് താല്പര്യം. ഭഗവാൻ ആയുധം എടുക്കുന്നു. ഉം. അപ്പൊ അങ്ങനെ ആയുധം എടുത്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഭഗവാൻ സുദർശന ചക്രം എന്താണ് എന്താണ് ഉപയോഗിക്കുകയാണ്. ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ എന്താണ് ശബദത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമോ എന്നൊന്നും ഓർക്കാറില്ല. ഒരത്യാവശ്യം വന്നാൽ, പ്രത്യേകിച്ച് ഒരു ഭഗവാന്, സോറി, ഒരു ഡിവോട്ടിക്ക്, എന്താണ്, ഒരു ഭക്തന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അപകടം വന്നു കഴിഞ്ഞാൽ, ഭഗവാൻ എല്ലാം മറന്നിട്ട്, അല്ലെ, അതിലേക്ക് എടുത്തു ചാടും ഭക്തനെ രക്ഷിക്കാനായിട്ട്. ഭക്തൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ. അല്ലാതെ അദ്ദേഹം നേരത്തെ കൊടുത്ത വാക്കുകളോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതൊന്നും ഭഗവാൻ അപ്പം ചിന്തിക്കില്ല, അല്ലേ. മനസ്സിലായില്ലേ? അപ്പൊ ഭക്തനെ രക്ഷിക്കുക എന്നുള്ള, ഭക്തവത്സലനാണ്. ഭക്തനെ ആരെങ്കിലും കൈവയ്ക്കുന്നത് അദ്ദേഹത്തിന് തന്നെ എന്താണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഭക്തനെ ആരെങ്കിലും തൊട്ട് നോക്കട്ടെ, അപ്പൊ അറിയാം ഭഗവാന്റെ നിലപാട്, അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലെ. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ഓർക്കാറില്ല. തന്റെ ഭക്തർ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ ഭഗവാൻ എല്ലാം മറന്ന് മുന്നോട്ടിറങ്ങും. ഭീഷ്മർ ഇതുപോലെ സ്വന്തം ശബദം മറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം തന്നെ നടക്കില്ലായിരുന്നു, കേട്ടോ, അല്ലേ. അപ്പൊ അങ്ങനെ ഭീഷ്മ ശബദമൊക്കെ എടുത്തിട്ടുള്ള വേറെ ആൾക്കാർ അവിടെ ഉണ്ട്, അല്ലേ. അവര് അതിൽ മുറുകെ പിടിച്ചോണ്ടിരുന്നു. മിണ്ടത്തില്ല, വാ തുറക്കത്തില്ല, അല്ലേ. ശബദമാണ് വലുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? കുരുക്ഷേത്ര യുദ്ധം തന്നെ സംഭവിച്ചത്. ഭീഷ്മർ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നാണ്. പക്ഷെ ഒഴിവാക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. കാരണം എന്താണ്? ഇതെല്ലാം നമ്മുടെ ഭഗവാന്റെ, അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുനീക്കങ്ങളാണ്. ഒരു പക്ഷെ ഭീഷ്മർക്ക് ഉള്ളിൽ നിന്ന് വളരെയധികം വിഷമം വരികയും ആ ഒരു ഇത് വരികയും, പറ്റില്ല, എന്താണ്, പാണ്ഡവരെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയും അങ്ങനെ പറയാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും, വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഭഗവാൻ അവിടെ ക്ലിപ്പിട്ട് വരും. ഭീഷ്മദേവൻ ഇന്ത്യയില് ഇത് നടക്കത്തില്ല, അല്ലെ. എനിക്കിതെല്ലാം അർജുനൻ പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക്, ഇനി കലിയുഗത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗപ്പെടാവുന്നതാണ്. ഞാൻ അതിനെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭീഷ്മദേവൻ മിണ്ടരുത് എന്ന്, അല്ലെ. ഭഗവാന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇച്ഛയുണ്ട്. വേറെ എന്തെങ്കിലും നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഭഗവാൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ, അല്ലെ. ഭഗവാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടോ ഒന്നും അറിഞ്ഞില്ലാത്തതുപോലെ നടക്കും, അല്ലെ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതല്ലേ. ഇതെല്ലാം ഭഗവാൻ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, എന്താണ്, ഭീഷ്മദേവർക്ക് ഒന്ന് മിണ്ടിക്കൂടായിരുന്നു, അല്ലെ. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഈ ദുര്യോധനെ നിർത്തിക്കൂടായിരുന്നോ, അല്ലെങ്കിൽ അശ്വത്ഥാമാവിനെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ വിചാരിച്ചാലും അങ്ങനെ പറ്റത്തില്ല, നടക്കത്തില്ല. കാര്യം എന്താണ്? ഭഗവാന്റെ ഇച്ഛ വേറെയാണ്, അതേ നടക്കത്തുള്ളൂ, അല്ലെ. ഭഗവാൻ ഒരിക്കലും ആസുര സ്വഭാവമുള്ളവരുടെ കൂടെ നിന്നിട്ടേ ഇല്ല. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെയാണ് എന്താണ്
എന്താണ് നിൽക്കുക. അല്ലേ? അതുകൊണ്ടാണ് ഭഗവാനെ ഭക്തവത്സല എന്ന് എന്താണ് ഭക്തന്മാർ എന്താണ് ആ, വിളിക്കുന്നത്. ഭക്തന്മാർ വിഷമിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആർക്ക് പറ്റത്തില്ല? ഭഗവാന് കഴിയില്ല. അപ്പൊ ഭക്തന്മാർ എപ്പോഴും വിഷമം ആയാലും ഭഗവാൻ അവിടെ ഉണ്ടാവും. അല്ലെ? അപ്പൊ അതാണ് ഭഗവാന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഉം. നമ്മുടെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ച് നാം വിഷമിക്കേണ്ടത് ഉണ്ടാകാം. എല്ലായ്പ്പോഴും ഭഗവാൻ പ്രകൃതി നിയമങ്ങളിൽ കൈകടത്താറില്ല. സ്വാഭാവികമായും നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. പരീക്ഷത്തിനെ രക്ഷിക്കാൻ എടുത്ത ശുഷ്കാന്തി എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ 5 കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കാണിക്കാത്തത്? അല്ലെ? പരീക്ഷത്തിനെ രക്ഷിക്കാൻ മാത്രമേ നമുക്ക്, അല്ലെ? ഭഗവാൻ എന്തുകൊണ്ടാണ് പരീക്ഷത്തിന് മാത്രമേ രക്ഷിച്ചത്? എന്തുകൊണ്ട് പാണ്ഡവരുടെ 5 കുഞ്ഞുങ്ങളെ രക്ഷിച്ചില്ല? അല്ലെ? അവരെ നിഷ്കരുണം വധിച്ചില്ലേ? അല്ലെ? അശുദ്ധം. അല്ലെ? അപ്പോ അതെന്തുകൊണ്ട് ഭഗവാൻ തടഞ്ഞില്ല എന്നാണ് ബുദ്ധി കുറഞ്ഞ ആൾക്കാര്, നമ്മളെ പോലെയുള്ള ആൾക്കാര് ചിന്തിക്കുന്നത്. പരീക്ഷിതനെ രക്ഷിക്കാമെങ്കിൽ അതിനെ രക്ഷിച്ചിട്ടായിരുന്നോ? രക്ഷിക്കാമായിരുന്നു. പക്ഷെ പരീക്ഷത്തിനെ രക്ഷിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഉം? ഭാഗവതം കിട്ടത്തുള്ളൂ. അല്ലെ? അതുകൊണ്ടാണ് പരീക്ഷത്തിനെ രക്ഷിച്ചത്. കാര്യം ഭാഗവതം വേണമെന്നുള്ളത് ഭഗവാൻ അറിയാം. അല്ലെ? നമ്മളെ പോലെയുള്ള ആൾക്കാർ കലിയുഗത്തിൽ ഇതൊക്കെ വായിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഈ ഭാഗവതം വരണമെങ്കിൽ ആര് ജീവിച്ചിരിക്കണം? പരീക്ഷ ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ്. അല്ലെ? 5 കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടത് ആവശ്യമായിരുന്നു, എങ്കിലേ പാണ്ഡവർക്ക് അത്രയും വീര്യം വരത്തുള്ളൂ. അല്ലെ? ആ ദേഷ്യം വരത്തുള്ളൂ. എവരോടൊക്കെ ഉള്ള ഒരു ദേഷ്യം വരുള്ളൂ. അല്ലെങ്കിൽ അവർ അപ്പോഴും സഹോദരനാണ്, അല്ലെ, ബന്ധുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അവരത്രയും എന്താണ് ആ, ആ, നന്മ നിറഞ്ഞ ആൾക്കാരാണ് പഞ്ചപാണ്ഡവർ എന്ന് പറയും. അപ്പൊ അവർക്ക് ആ ഒരു ദേഷ്യം അവരുടെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം അവർക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് അവര് എന്താണ് ഭഗവാൻ അതിന് റെഡിയാക്കി അതിന് സമ്മതിച്ചു കൊടുത്തത്. എന്താണ് 5 കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട്. അല്ലെ? അതിൽ തടസ്സം നിൽക്കാത്തത്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഭഗവാൻ അങ്ങോട്ട് കയറി ഇടപെടത്തില്ല. പ്രകൃതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലെ? ഇവരെന്താണ് ചെയ്യുന്നത് അത് കൊടുക്കുക, എന്താണ് ആവശ്യപ്പെടുന്നത് അത് അവർക്ക് കൊടുക്കുക. അല്ലെ? അപ്പൊ ആൾക്കാരിങ്ങനെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ശിക്ഷകൾ. അല്ലെ? അപ്പൊ അതിലൊന്നും കയറി കൂടുതൽ ഭഗവാൻ കടക്കില്ല, കൈ കടത്തില്ല. പക്ഷെ ഒരാ അ- എന്താണ് വേറെ ഒരു നല്ല ഒരു ഉദ്ദേശത്തിന് ആണെങ്കിൽ, ഒരു ആവശ്യത്തിനാണെങ്കിൽ ഭഗവാൻ അതിലൊക്കെ കയറി ഇടപെടും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാനൊരു വലിയ ഭക്തനാണ്, എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് തോന്നുന്നതാണ് നമ്മൾ വലിയ ഭക്തന്മാരാണെന്ന്. വലിയ നല്ലൊരു പോയിന്റാണ്. അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് നമ്മൾ വലിയ ഭക്തന്മാരാണ്. ഒരിക്കലും അല്ല. അല്ലേ? നമ്മള് ഒരാള് എന്തുമാത്രം ഭക്തനാണെന്നോ ഭക്തനല്ല എന്നോ നിരീശ്വരവാദിയാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഉള്ളിലും കാണും നിരീശ്വരവാദിത്വത്തിന്റെ ഒരു അംശം. അല്ലെ? അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ പല എക്സ്ക്യൂസും കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം നമുക്കറിയാൻ പറ്റില്ല ഒരാളുടെ ശുദ്ധത എന്താണ്. ഇപ്പോ അശുദ്ധാമാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അശുദ്ധമാവാണ് ഇനി അടുത്ത വ്യാസദേവനായി വരാൻ പോകുന്നത്. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നതിൽ എന്തുകൊണ്ട് അശുദ്ധമാവിന് ആ ഇത് കിട്ടി? കാരണം ഭഗവാൻ അറിയാം അശുദ്ധമാവ് ആരാണെന്ന്. നമ്മുടെ ദൃഷ്ടിയിൽ അദ്ദേഹം വളരെ ക്രൂരനും ദുഷ്ടനുമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭക്തനുണ്ടെന്ന് ഭഗവാൻ അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിടിച്ച് വ്യാസദേവന്റെ കൂടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇരുത്തിയിരിക്കുന്നത്. കണ്ടിട്ടില്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്നവർക്കൊക്കെ അറിയാം. അല്ലേ? വ്യാസദേവന്റെ കൂടെ ആരുണ്ട്? ശുദ്ധമാവ് ഇവിടെ ഇരുന്ന് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞു. എന്താണ് ശിക്ഷ സമയത്തൊക്കെ അദ്ദേഹം ഹിമാലയത്തിലായിരുന്നു. അല്ലെ? ആ ശിക്ഷയൊക്കെ അദ്ദേഹം അനുഭവിക്കേണ്ട ശിക്ഷയെല്ലാം പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹം, അല്ലെ, നല്ല കുട്ടിയായിട്ട് നല്ല നടപ്പായിട്ട് വ്യാസദേവന്റെ കൂടെ ഇരിക്കുവാണ്. ഇതെല്ലാം നമുക്ക് പഠിക്കാനായിട്ട്. പക്ഷെ വ്യാസദേവനാവണല്ലോ അടുത്ത കാലത്ത്. അല്ലെ? അപ്പൊ അതാണ് നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്തുമാത്രം ഭക്തനാണെന്നോ എന്തുമാത്രം ഭക്തനല്ല എന്നോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യാരെ രക്കോ താരെ കഹോ, അല്ലെ? കൃഷ്ണ ഉപദേശിച്ചു എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണുക. മനസ്സിലായി? അതിലൊരു ഏറ്റക്കുറച്ചിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഭാഗമല്ല. നമ്മൾ ആരെ കണ്ടാലും ഹരേ കൃഷ്ണ പറയാം, ആരെ കണ്ടാലും നമസ്കരിക്കാം. നമസ്കാരം പറ്റുമെങ്കിൽ അല്ലാതെ ആലിംഗനം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലേ? അവരുടെ ലെവൽ എന്താണെന്ന് പഠിക്കാനായിട്ട് നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. അപ്പോ ഒരു മാലയെങ്കിലും ജപിക്കുന്ന ഒരാൾ ശരിക്കും പറഞ്ഞ വൈഷ്ണവനാണ്. അല്ലെ? ആ വൈഷ്ണവനെ അതേ രീതിയിൽ ഇപ്പൊ 16 മാല ജപിക്കുന്നതും ജപിക്കുന്ന വൈഷ്ണവനും ഒരു മാല ജപിക്കുന്ന വൈഷ്ണവനും ഒരുപോലെ നമ്മൾ കണക്കാക്കും. എന്നും പറഞ്ഞ്
16 മാല ജപിക്കുന്നവർക്ക് റെസ്പെക്ട് കുറയ്ക്കണമെന്നല്ല, അതുകൊണ്ടല്ല, അങ്ങനെയല്ല പറഞ്ഞു. അല്ലെ, എല്ലാവരെയും നമ്മൾ സമതുല്യരായിട്ട് ഒരേപോലെ കാണും. ഭഗവാന്റെ ഭക്തന്മാരാണെന്നുള്ള നിലയിൽ മാത്രം ഉണ്ടാവും. മനസ്സിലായി? അവിടെ ഒരു ഏറ്റക്കുറച്ചിലിന്റെ ആവശ്യമില്ല. കാര്യം എന്താണ്? നമുക്ക് അവരുടെ ആ ക്വാണ്ടിറ്റി, ഭക്തിയുടെ ക്വാണ്ടിറ്റി നമുക്ക് അളക്കാനുള്ള അളവുകൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അത് ഭഗവാൻ അറിയാം. അല്ലെ? ഏഹ്? അപ്പോ നമുക്ക് തോന്നുന്നത് നമ്മൾ വലിയ ഭക്തരാണെന്നോ, പക്ഷെ നാം ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഒരു ദിവസം ഗുരുവിന്റെ എന്താണ് കൃപയാലും മറ്റു മുതിർന്ന വൈഷ്ണവരുടെ കൃപയാലും നമുക്കും ആ ലെവലിൽ എത്താൻ പറ്റുമായിരിക്കാം എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ നമ്മൾ ആരും തന്നെ വൈഷ്ണവരോ അല്ലെങ്കിൽ എന്താണ് ഭക്തരോ ആണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു അഹങ്കാരം, അല്ലേ? അതിന് മറ്റുള്ള വൈഷ്ണവരുടെ അനുഗ്രഹം വേണം, ഏ, ആശീർവാദം വേണം, ഗുരുവിന്റെ ആശീർവാദം വേണം, അല്ലെ? ശിക്ഷാ ഗുരുക്കളുടെയും എന്താണ് ദീക്ഷാ ഗുരുവിന്റെയും ആശീർവാദം വേണം, ഭഗവാന്റെ ആശീർവാദം വേണം. ഭഗവാന്റെ മേഴ്സി കൂടെ ഉണ്ടെങ്കിലേ നടക്കും, അല്ലെ? പ്രഭുപാദ് പറയുന്നത്, അല്ലെ, നമുക്ക് ആ, എന്തും ആകാൻ സാധിക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെ? നമ്മൾ താല്പര്യമായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ആകാൻ സാധിക്കും, അല്ലെ? നമുക്ക് നല്ലൊരു ഭക്തനാവാം, അല്ലെങ്കിൽ നല്ലൊരു നിരീശ്വരവാദിയാവാം. പക്ഷെ ഭക്തനാവാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഉം. ഒരു ആധ്യാത്മിക ഗുരു തന്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തെക്കാൾ ഉയരണമെന്നാണ് ചിന്തിക്കുന്നത്. ഒരു ശിഷ്യൻ അങ്ങനെ എന്തെങ്കിലും നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ഗുരു വളരെ സന്തോഷവാനാണ്. ചില സമയങ്ങളിൽ ശിഷ്യന്മാർ പുസ്തക വിതരണത്തിന് വളരെയധികം സേവ ചെയ്യുമ്പോൾ പ്രഭുപാദിൽ പറയും, ഓ, ഭക്തിവിനോദ് ഠാക്കൂർ എന്താണ് തീർച്ചയായും നിന്നിൽ അതീവ തൃപ്തനായിരിക്കും, തീർച്ചയായും നിന്നിൽ അതീവ തൃപ്തനായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം പറയും, ഭക്തിവിനോദ് ഠാക്കൂർ പേഴ്സണലി വന്ന് നിന്നെ ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്, അല്ലെ? അപ്പോ അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും, എല്ലാ ശിഷ്യന്മാരും അന്ന് വൈകിട്ട് വന്നിട്ട്, ഒരു ദിവസം വൈകിട്ട് വന്നിട്ട് അവരെന്തുമാത്രം പുസ്തകം വിറ്റു അല്ലെങ്കിൽ കൊടുത്തു എന്നുള്ള സേവയുടെ കണക്കുകളൊക്കെ പ്രഭുപാദരെ ബോധിപ്പിക്കുന്നു. അപ്പൊ കൂടുതൽ കൂടുതൽ വിൽക്കുന്ന കാണുമ്പോൾ, കൊടുക്കുന്നത് കാണുമ്പോൾ, വിറ്റഴിക്കുന്നത് കാണുമ്പോൾ പ്രഭുപാദർക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രഭുപാദർ ഒരിക്കലും പറഞ്ഞില്ല എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പ്രഭുപാദ് എന്താ പറഞ്ഞത്? പ്രഭുപാദ് പറഞ്ഞത് എന്റെ ഗുരുവായിട്ടുള്ള, അല്ലെ, എന്റെ ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആരാണ്? ഭക്തിവിനോദ് ഠാക്കൂർ. നമ്മുടെ പരമ്പരയിലുള്ള ഭക്തിവിനോദ് ഠാക്കൂറിന് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണ്? അദ്ദേഹത്തിന് ഇത് വലിയ താല്പര്യമുള്ള കാര്യമാണ്, കേട്ടോ. ആ ക്രെഡിറ്റും അദ്ദേഹം സ്വയം എടുക്കാൻ ശ്രമിച്ചില്ല. ശരിക്കും പോകേണ്ടത് ഈ ക്രെഡിറ്റ് ഒക്കെ ആർക്കാണ് പോകേണ്ടത്? പ്രഭുപാദർക്കാണ്. പ്രഭുപാദാണ് ഇതൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? പക്ഷെ ആ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ആർക്ക് താല്പര്യമില്ല? പ്രഭുപാദർക്ക് താല്പര്യമില്ല. നോക്കണേ, ദ സിംപ്ലിസിറ്റി, അല്ലെ? അതാണ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. അപ്പോ ഭഗവാൻ ഭക്തവത്സലനുമാണ്, അല്ലെ? ഗുരു ശിഷ്യ എന്താണ് വത്സലനാണ്. ഗുരു ആണെങ്കിലോ ശിഷ്യവത്സലനാണ്. ഇവിടെ പ്രഭുപാദ് എന്താണ് ബ്രഹ്മാസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഈ ഭാവാർത്ഥത്തിൽ, അല്ലെ? നമ്മൾ ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹിരോഷിമ നാഗസാക്കി ഒക്കെ നമുക്ക് അനുഭവമുള്ളത് ജപ്പാനില്, അല്ലെ? ഒരുപാട് നാശം ഉണ്ടാകും. ഒരു രാജ്യം തന്നെ നശിച്ചു പോകും. ഒരു 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 ബ്രഹ്മാസ്ത്രം അതിന്റെ 100 ഇരട്ടി നാശം ഉണ്ടാക്കും, അല്ലെ? അപ്പൊ ഒരു ആറ്റം ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിനേക്കാളും 100 ഇരട്ടി നാശം ആർക്കുണ്ടാക്കാൻ പറ്റും? ബ്രഹ്മാസ്ത്രത്തിന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ബ്രഹ്മാസ്ത്രം മന്ത്രം കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മാസ്ത്രം ഒരു ഗൈഡഡ് മിസൈൽ എന്ന് പറയെങ്കിൽ പറയും, അല്ലേ? മിസൈൽ അറിയാമല്ലോ, മിസൈൽ ഇടുക എന്ന് പറഞ്ഞാൽ ബോംബ് ഇടുക. ആ മിസൈൽ ഗൈഡ് ചെയ്യണം, അതായത് പറയുന്ന അനുസരിച്ച് കേൾക്കുള്ളൂ, അല്ലെ? അത് ആരെയാണോ പോയി വധിക്കേണ്ടത് അവർ മാത്രമേ വധിക്കുള്ളൂ. തൊട്ടിപ്പുറത്തെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒഴുപ്പും സംഭവിക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? അത് ഗൈഡഡ് മിസൈലാണ്, അല്ലെങ്കിൽ ടാർജറ്റ് മിസൈൽസ് ആണ്. ആരൊക്കെയാണോ നശിപ്പിക്കേണ്ടത് അവർ മാത്രമേ നശിപ്പിക്കൂ. ഇവിടെ അശുദ്ധമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു, അല്ലെ? അദ്ദേഹം എന്ത് പറഞ്ഞു? 1, 2, 3, 4, 5, 6. ഈ 6 പേരെയാണ് അദ്ദേഹം മനസ്സിൽ കണ്ടത്. ആരൊക്കെയാണ്? 5 പാണ്ഡവരും പിന്നെ ഉത്തരയുടെ അവരുടെ പിൻഗാമിയായിട്ട് ആകപ്പാടെ ഇപ്പോൾ ഉള്ളത് ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞാണ്. അതാണ് പരീക്ഷിത് മഹാരാജായിട്ട് വന്നത്, അല്ലേ? അതിനെ കൂടെ കൊന്നു കഴിഞ്ഞാല്, ശുദ്ധമാവ് വിചാരിച്ചത് ഇങ്ങനെ, അതിനെ കൂടെ കൊന്നു കഴിഞ്ഞാല് ഏഹ് ആ കുലം തീരും, നശിക്കും. ആര്? പഞ്ചപാണ്ഡവരുടെ കുലം നശിക്കും. അതേ ഉള്ളൂ. നേരത്തെ 5 ഉണ്ടായിരുന്നു, അതിനെ കൊന്നു, അല്ലേ? ഇനി ഒരെണ്ണം വയറ്റി കിടക്കുന്നു.
അല്ലെ? അത് വന്നു കഴിഞ്ഞാലും അവർക്ക് എന്താണ് കുല നിലനിൽക്കും. അത് വേണ്ട, അതിനെ കൂടെ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആറ് ആറ് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടാണ് ഈ മന്ത്രം പറയുന്നത്. അല്ലെ? 5 പാണ്ഡവരെയും ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷത്തിന്. പക്ഷേ ഭഗവാന്റെ സുദർശന ചക്രം അവരെ അതിൽ നിന്നും രക്ഷിച്ചു. ഉം. ഇവിടെ ഭഗവാൻ സുദർശന ചക്രം വിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെ? നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ഭഗവാൻ അവിടെ പറയുന്നത്. എന്താ പറഞ്ഞതെന്ന് കേൾക്കണോ? ഉം. പറഞ്ഞത് ആ ഭഗവാന്റെ അതീന്ദ്രിയത്വമാണ് അവിടെ തെളിയിക്കുന്നത്. ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. എന്താണ്? ഭഗവാൻ പറയാണ്, ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോ. അല്ലേ? നമ്മളിവിടെ 8 ഭാര്യമാര് അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചു, രാസലീല, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഭഗവാനെ കുറിച്ച് ഓർക്കുന്നത്. അല്ലേ? പ്രത്യേകിച്ച് ആ, എന്താണ് നിരീശ്വരവാദികൾ അല്ലേ? അവർക്ക് ഇതൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്നത്. എന്നിട്ട് ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരി ആണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെടുത്തുള്ളൂ പറയാം. എന്നിട്ട് കുഞ്ഞ് രക്ഷപ്പെട്ടോ? തീർച്ചയായിട്ടും രക്ഷപ്പെടും. അല്ലേ? കുഞ്ഞ് വയറ്റിലിരുന്ന് കാണുന്നുണ്ട്, ഒരു കറുത്ത രൂപം വന്നിട്ട് ഈ അസ്ത്രത്തിനെ തടഞ്ഞ് തിരിച്ചു വിടുന്നു. അല്ലേ? ഇങ്ങനെ ഒരു ഗ്ലിംസ് ആയിട്ട് കണ്ടു, ഒരു നോട്ടേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് എന്താണ് ആ കുഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് ആരെ കണ്ടാലും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. ഇതാണോ, ഈ കറുത്ത ആളാണോ എന്നെ രക്ഷിക്കാൻ വന്നത്? അല്ലേ? അതിങ്ങനെ പരതി 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 നോക്കുവന്നുണ്ടായിരുന്നു, ആരാണ് എന്നെ രക്ഷിക്കാൻ വന്നത്. ആ ഒരു ബോധത്തിലാണ് ആ കുഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള ഗുരുക്കന്മാര് അല്ലെങ്കിൽ ഋഷിമാര് അതിനെ പരീക്ഷ 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 ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അല്ലെ? പരീക്ഷ എന്താണ്? ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആ ആ ആ- ആ പരീക്ഷ. അല്ലെ? എന്തുത്തരം? ആരാണ് എന്നെ രക്ഷിച്ചതെന്നുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആ പരീക്ഷ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത് എന്ന് പേരിട്ടത്. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം മഹാരാജാവായി. അത് കാര്യം വേറെ. മനസ്സിലല്ലേ? അപ്പൊ ഇതിനൊക്കെ പണ്ടൊക്കെ പേരിടുന്നത് അങ്ങനെയാണ്. ഓരോ കാര്യത്തിന്, അല്ലെങ്കിൽ അവരുടെ ജനന ആ, ആ, എന്താണ് സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരുടെ പൂർവ്വകാലങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അന്ന് പേരിട്ടുന്നത്. അല്ലെ? ഇപ്പൊ ഇടുന്നത് പോലത്തെ പേരുകളാണ്. അല്ലെ? അപ്പൊ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ഇവിടെ ഭഗവാൻ സുദർശന ചക്രം വിടുന്നതിന് മുമ്പ് ഭഗവാന്റെ അതീന്ദ്രിയത്വം തെളിയിക്കാനായി പറയുന്നു, ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലെ? എന്തിനാണ്? നമ്മളെ കാണിച്ചു തരാനാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെയൊന്നും അല്ല ഞാൻ. അല്ലെ? എനിക്ക് അവരുമായിട്ടൊക്കെ സഹവസിക്കാനുണ്ടെങ്കിലും ഞാൻ അവരുമായിട്ട് ആ രീതിയിലല്ല ബന്ധപ്പെടുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം തടയാനായിട്ട് കയറിയത്. നോക്കണേ. എന്നിട്ട് തടഞ്ഞോ? തടഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു അവസരത്തില് ഗോപികമാര് ഈ ഗംഗാ നദി, ഗംഗയാണ് യമുനയാണ്, യമുനാ നദി കടന്ന് അക്കരെ പോവാണ്. അക്കരെ പോയിട്ട് അക്കരെ പോവാണ്. അക്കരെ പോയിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബോട്ട് കാണാനില്ല. അല്ലെ? വെള്ളക്കാരൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭയങ്കര ഒഴുക്കാണ്, അപ്പൊ വെള്ളം ഇല്ല. അപ്പോ അവിടെ ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു. അല്ലെ? അവിടെ ഒരു ഋഷി, ഒരു മുനി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇത് ഈ അക്കരെ കടന്ന് അപ്പുറം എത്തണം. കാര്യം നമുക്ക് ഒരുപാട് ഇനി വൈകിയാൽ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്തേണ്ടതുണ്ട്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ആ മുനി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആ യമുന നദിയുടെ കരയിൽ പോയി നിന്നിട്ട് പറയണം, ഭഗവാൻ ശ്രീകൃഷ്ണൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ, അല്ലേ, എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഗോപികമാരൊക്കെ നടന്നതുപോലെ തീർന്നില്ലേ? അത് നടക്കൂലല്ലോ, അല്ലെ? എന്ന് പറഞ്ഞിട്ട് ഗോപികമാരിങ്ങനെ വിഷമിച്ച് എന്നാലും അവിടെ പോയി പറഞ്ഞു നോക്കി. എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണേ. ഇങ്ങനെ പറഞ്ഞതും യമുനാ നദി അങ്ങോട്ട് മാറി, അവർക്ക് വഴിയായി. അവർ നടന്ന് എവിടെ എത്തി? ഇവര് ഇപ്പുറത്തെത്തി, അവരുടെ വീടുകളിലെത്തി. അപ്പൊ അങ്ങനെയും ഒരു അവസരത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. അല്ലേ? അപ്പൊ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ കാണുന്ന കണ്ണുകൊണ്ടല്ല ഭഗവാനെ കാണേണ്ടത്. അല്ലേ? ഒരു എൻറ്റോർലി ഡിഫറെന്റ് ആണ്. നമുക്ക് അദ്ദേഹത്തിനെ അളക്കാൻ പറ്റില്ല. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അത് എന്താലോചിച്ചിട്ടാണ് ചെയ്യുന്നതെന്നും നമുക്കറിയില്ല. അതെല്ലാം ഒരു ലീലയായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അല്ലേ? അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ പല രീതിയിലാണ് അദ്ദേഹത്തിനെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ചൊക്കെ പറയുന്നത്.
അതൊക്കെ തെറ്റാണ്. അങ്ങനെ പറയാനേ പാടില്ല. അല്ലെ? അപ്പൊ എന്തിനാ നമ്മെ കാണിച്ചു തരാനാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത് അല്ലെ? ഭഗവാൻ രാധാറാണിയും മറ്റു ഗോപികമാരുമായിട്ടുള്ള പ്രേമലീലകളൊന്നും ഭൗതിക കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല എന്ന് തെളിയിച്ചു. നമ്മൾ കാണുന്നത് പോലെ അല്ല അല്ലെ അദ്ദേഹം രാസലീല പാടിയതും, അല്ലെങ്കിൽ രാധാറാണിയുമായിട്ടുള്ള ആ ഒരു അല്ലെ, ഇതൊക്കെ ഭയങ്കര എന്താണ്, എന്താ പറയാ, ട്രാൻസെൻഡന്റലാണ്. നമുക്കത് അളക്കാൻ പറ്റില്ല. ഭഗവാൻ അത്രയും അതീന്ദ്രിയമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ലീലകളൊക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മള് അതിന്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ തൊഴുക അല്ലെ? അവന്റെ നാമം പറയുക, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം പറയുക, ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള സത്സംഗത്തിൽ നിൽക്കാൻ ശ്രമിക്കുക അല്ലെ? സത്സംഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തോന്നും, എന്തിനാ സത്സംഗം, എനിക്ക് സ്വന്തമായിട്ട് അല്ലെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ഉം. പിന്നെ എന്തിനാണ് ഞാൻ വേറൊരു സത്സംഗത്തിൽ പോകുന്നത് എന്നൊക്കെ നമുക്ക് സ്വയം ഈ എന്താണ്, നമ്മുടെ ഉള്ളിൽ ഇച്ചിരി അഹങ്കാരം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. ആർക്കും അഹങ്കാരം ഇല്ല എന്ന് പറയണ്ട കാര്യം, നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് അല്ലേ? നമ്മൾ പറയും, ഏയ് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സ്വയം വിശകലനം ചെയ്താൽ മതി. ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല. ഉണ്ടോ, എനിക്ക് അഹങ്കാരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി. എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലെ? ഇന്നിപ്പോ ഇത്രയും ജപിച്ചാൽ മതി, ബാക്കി നാളെ ജപിക്കാം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെ? ഈ ഭഗവാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ, അത് വെറുതെ കഥയാണോ, കെട്ടുകഥയാണോ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ സംഭവ്യമാണ് അല്ലെ? ഈ അസുരന്മാരെയൊക്കെ ഇത്രയും കൊച്ചു കുട്ടിയായിരിക്കുമ്പോ കൊല്ലുന്നത് എങ്ങനെ എന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഹൈതുകമായിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ എന്താണ്, യാതൊരു താല്പര്യവും മറ്റൊരു ഉദ്ദേശവും ഇല്ലാതെ, ദുരുദ്ദേശവും ഇല്ലാതെ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യവും ഭഗവാനെ കുറിച്ച് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്താലും ഭഗവാനിലെ കംപ്ലീറ്റ് സമർപ്പിച്ചുകൊണ്ട് ചെയ്യും. ഭഗവാൻ ഇതെല്ലാം നിനക്ക് വേണ്ടി നീ എടുത്തോളൂ, എനിക്കൊന്നും വേണ്ട അല്ലെ? അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് സേവ ചെയ്താലും ആ ഒരു മനോരീതിയിലും മനോഭാവത്തിൽ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് അല്ലെ, ഭഗവാൻ അത് അത്രയും സന്തോഷമോ, സന്തോഷിപ്പിക്കാനല്ലേ, ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ല നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത് അല്ലേ? അപ്പോ ഭഗവാൻ സന്തോഷിക്കണം. അന്ന് നമ്മള് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ ബലരാമന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാല് ഭഗവാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും തോന്നുന്നത്, പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഭഗവാൻ നന്നായിട്ട് ചിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഈസ് വെരി ഹാപ്പി വിത്ത് അസ്. നമ്മളോട് അതീവ സന്തുഷ്ടനാണ് അദ്ദേഹം. എന്റെ കുഞ്ഞ് ഈ സേവകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, വളരെ ഭംഗിയായി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാവമാണ് അവർ നോക്കുന്നത് അല്ലെ? ഭാവഗ്രാഹി ജനാർദ്ദനാണ്. നമ്മളെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് ഭഗവാൻ അറിയാൻ പറ്റും. ഇവന്റെ ഉള്ളിൽ എന്തെങ്കിലും ദുഷ്ടതരം വന്നാൽ അതും അറിയാൻ പറ്റും. അത് ആദ്യം അറിയുന്ന ഭഗവാനായിരിക്കും, പിന്നെയാണ് നമ്മൾ അറിയുന്നത്. അല്ലേ? അപ്പോ ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല. സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സദാ ഹരിയായിട്ടിരിക്കുക. എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുക. അതിനെന്ത് വേണം? ഭഗവാന്റെ അസോസിയേഷനിൽ നിൽക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കാൻ നോക്കുക. ഭഗവാനെ കുറിച്ച് അറിഞ്ഞിടാത്ത ആൾക്കാരുമായിട്ട് കുറച്ച് ബന്ധപ്പെടും. നമ്മളൊരു സമൂഹ ജീവിയാണ്. നമുക്ക് അവരെ ഒന്ന് മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല അല്ലേ? നമുക്ക് അവരും വേണം. നമ്മളെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ ഒരാളായിരിക്കും ചിലപ്പോൾ ഭക്തര്, ബാക്കി എല്ലാം രാക്ഷസന്മാർ, അസുരന്മാരായിരിക്കും. ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്, പക്ഷെ ഭഗവാനെ ഭഗവാന്റെ നാമം പറയാത്തവരെല്ലാവരും അസുരന്മാരാണ് അല്ലെ? ഭഗവാന്റെ നാമം പറയുന്നവരൊക്കെ ദേവന്മാരാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറെ അസുരന്മാരും രാക്ഷസന്മാരും കിടന്നുറങ്ങുന്നുണ്ട്, ഇപ്പോഴും കിടന്നുറങ്ങുന്നു. നോക്കിക്കേ അല്ലെ, ഓരോ കട്ടിൽ പോയി നോക്കിക്കേ, എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളോ രാവിലെ എണീറ്റ് കുളിച്ച് അല്ലെ, ഈ എന്താണ്, ഈ സത്സംഗത്തിൽ നമ്മൾ കയറും. എന്തുകൊണ്ടാ? കാരണം ഒരു വീട്ടിൽ ഒരാൾ മതി അല്ലെ, ബാക്കി എല്ലാവരും രക്ഷപ്പെടും, നമ്മൾ ഒരാൾ കാരണം. അതൊരു പ്ലസ് പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് വിട്ടേക്കല്ല വേണ്ടത്. അവരെ കഴിയുന്നിടത്തോളം കൊണ്ടുവരാൻ ശ്രമിക്കുക. എങ്ങനെ? ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് വളരെ, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് ഒട്ടും തന്നെ സ്വീകാര്യത ഉള്ളതല്ല. അവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് വേറെ രീതിയിലാണ് അല്ലെ? അതിലവിടെ ആയിരിക്കും അവർക്ക് താല്പര്യം. എന്നാലും നമ്മൾ പറയേണ്ട കടമയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയണമെന്ന്. അല്ലെ? ഇപ്പൊ ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടിയ ഭാഗ്യവാന്മാർ. അവരൊക്കെ കുറെ പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പല ജന്മങ്ങളിലായിട്ട്. നമ്മൾ അത്രയും പുണ്യമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗ്യം കിട്ടാത്തത് അല്ലെ? അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഡിസേർവ് ഇറ്റ്. അവർ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പണ്ട് സഹിച്ചിട്ടുണ്ട്.
അത്രയും ഇതാണ് സിൻസിയർ ആയിട്ട് അവര് ഭഗവാനെ സേവിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പുണ്യഫലമാണ് അവർക്ക് ഇപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. നമ്മൾ എടുക്കേണ്ട എഫർട്ട് ഇല്ലാതെ തന്നെ അവർക്കത് സാധ്യമായിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴൊക്കെയോ നേരത്തെ നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന സമയത്ത് അവർ നേരത്തെ പല ജന്മങ്ങളിലും അവർ ഇതിന്റെയൊക്കെ സുഹൃതം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സുഹൃത്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അല്ലെ? അല്ലാതെ അയ്യോ എന്റെ മോൻ വരുന്നില്ലല്ലോ, മറ്റേ ആളുടെ സുശീലയുടെ മോനാണെങ്കിൽ രാവിലെ എണീറ്റാണ്ട് ഈ ഇതിലുണ്ടല്ലോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലെ? ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഭഗവാനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ ഇപ്പൊ കിട്ടുന്നുണ്ട്. ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ റിസൾട്ടും ഇപ്പൊ കിട്ടുന്നുണ്ടോ? പിന്നെന്താ നമ്മൾ മറ്റുള്ള സുശീല മാരേജ് പറയണത് വല്ല ആവശ്യമുണ്ടോ? ഇല്ലേ? സുശീല മാരേജിന് അത്രയും അവര് നേരത്തെ ഉള്ള ജന്മങ്ങളിലൊക്കെ ഒരുപാട് സുഹൃത്തും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് അവർക്ക് ഇപ്പൊ കിട്ടുന്നത്. ഈ സംഘത്തിൽ ഏതെങ്കിലും സുശീല ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു പേര് പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. അപ്പോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആരെയും പഴിചാരാൻ പാടില്ല. ആരുടെയെങ്കിലും കുറ്റം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ കുറ്റം മുഴുവൻ നമുക്ക് വന്നു ചേരും. എന്തിനാ വെറുതെ വല്ല വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് നമ്മൾ തോളിൽ വെക്കണം? അല്ലെ? ആരെയും കുറ്റം കണ്ടുപിടിക്കാനുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അല്ലെ? അല്ലിച്ചിരിയെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് ഞാനാണ് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബ്രഹ്മദേവനോട് ഹ്യൂമിലിറ്റി പറയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു അല്ലെ? നമ്മള് നേരത്തെയുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ബ്രഹ്മദേവനോട് നാരദ മുനി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് അല്ലെ? വളരെ ഹ്യൂമിലിറ്റി ആയിട്ട്, വളരെ എളിമത്വത്തോടു കൂടി അല്ലെ? വളരെ ബഹുമാനത്തോടു കൂടി നമസ്കരിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇതൊന്ന് പറഞ്ഞു തരുമോ ഭഗവാനെ? ആരോട്? ബ്രഹ്മദേവനോട്. ചിലപ്പോൾ നമ്മൾ ബ്രഹ്മദേവനെ നാരദമുനിയൊക്കെ നമ്മൾ ശിവഭഗവാനെയൊക്കെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കും അല്ലെ? അത് ആ ഒരു അർത്ഥത്തിൽ ഉം. എന്ന് പറഞ്ഞാൽ അവരെ ആരും ഭഗവാൻ കൃഷ്ണനോടൊപ്പം ചേർന്നതല്ല, അതിന്റെ ഈക്വൽ ആയിട്ടുള്ളതല്ല അല്ലേ? അപ്പോ അങ്ങനെ ചോദിച്ചപ്പോ ബ്രഹ്മദേവൻ എന്താ പറഞ്ഞു? അത് അതിനെക്കാട്ടിലും ലിസ്റ്റാണ്. നമ്മൾ ബോധം കെട്ട് വീഴും അത് കേട്ടത്. ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഉള്ള് ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു അവസരം നീ തന്നതല്ലേ എനിക്ക്. നോക്കണേ, ഇത്രയൊക്കെ ഹ്യൂമിലിറ്റി ഉണ്ടോ? അല്ലെ? ഇത്രയുമൊക്കെ നമുക്ക് എന്താണ് എളിമയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഏഹ് എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് എന്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. പിന്നെയോ എനിക്ക് ഭഗവാന്റെ നാമം പറയാനുള്ള ഒരു അവസരം നീ തന്നല്ലോ. അതിനും ഒരു വലിയ സന്തോഷമുണ്ട്. നീ ഇത് രണ്ടും നീ മനസ്സിൽ വെച്ചിട്ടല്ലേ നീ എന്നോട് ചോദിച്ചത്. അത് നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല എന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ ബ്രഹ്മദേവൻ പറയുന്നത്. അല്ലെ? അപ്പൊ അവരെയൊക്കെ കണ്ടു വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതെ. നമുക്ക് പല അവസരങ്ങളിലും ഈ വാക്കിന് ഇതുണ്ടാവും. നമുക്ക് വാക്ക് കിട്ടത്തില്ല. പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് അല്ലെങ്കിൽ സംസാരിക്കാനാണ്. അതിന് വേണം നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതം പോലെയുള്ള സ്ക്രിപ്റ്റേഴ്സ് വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ നല്ല നല്ല വാക്കുകൾ കിട്ടും. അല്ലേ? നമ്മൾ അടുത്ത ക്ലാസ് അങ്ങനെ ഒരു ക്ലാസ് ആയിരിക്കും. കാര്യം എന്താണ്? നമുക്ക് എങ്ങനെ ഇതൊക്കെ സ്വായത്തമാക്കാൻ പറ്റും, സ്വാധീനമാക്കാൻ പറ്റും. അല്ലെ? ആ ഒരു കാര്യത്തിൽ ഭഗവത്ഗീതയും ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും എന്ത് ഇമ്പോർട്ടൻസ് ആണ് വഹിക്കുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. സദാ ഹരിയായിട്ടിരിക്കുക, ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ സത്സംഗത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. ഈ സത്സംഗം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ഒരു വറച്ചട്ടിയിൽ നിന്ന് മറ്റൊരു വറച്ചട്ടിയിലേക്ക് പോകുന്നത് പോലെ. കാര്യം അവിടെ നമുക്ക് ഭഗവാനെ കിട്ടത്തില്ല. ഭഗവാനെ കിട്ടുന്നത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതെവിടെയാണ്? ഈ സത്സംഗത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുള്ളിടത്ത് മാത്രമാണ്. അവർക്ക് എപ്പോഴും ഭഗവാനെ കുറിച്ച് പറയാനായിരിക്കും താല്പര്യം. വേറെ ഒന്നും അവരുടെ ചർച്ചാ വീക്ഷത്തിൽ വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാം? എങ്ങനെയാണ് നമുക്ക് ഉള്ള ഭക്തി വർദ്ധിപ്പിക്കാം? അല്ലെങ്കിൽ എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും? അല്ലെ? ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ ഒരേ കാര്യം തന്നെയായിരിക്കും. ഇത്ര ദിവസം കേൾക്കും. എന്നാലും ബോറടിക്കത്തില്ല. ബോറടിപ്പിക്കരുത്. കാരണം നമ്മൾ ആരെ കുറിച്ചിട്ടാണ് പറയണേ? ഭഗവാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആനന്ദനെ കേട്ടിട്ടുണ്ട്. ആനന്ദൻ 1000 നാവുകളാണ്. അദ്ദേഹം അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ പുറത്താണ് ഭഗവാൻ കിടക്കുന്നത്. ഏഹ് അന്ന് തൊട്ട് അനന്തൻ ഇപ്പോഴും അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഈ 1000 തല കൊണ്ട് സ്തുതിച്ചിട്ട് ഇതുവരെയും തീരുന്നില്ല. അല്ലേ? അതാണ് ഭഗവാന്റെ മഹത്വങ്ങൾ. അല്ലെ? നമുക്ക് ഒരു മഹത്വം അറിയത്തില്ല. ആകപ്പാടെ കുറച്ച് മഹത്വമാണ് അറിയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കിടന്ന് സർക്കസ് കാണിക്കുന്നത്. അല്ലേ? അപ്പോൾ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. നമ്മൾ അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ല. നമ്മളൊരു ഭക്തനേ അല്ല. ഭക്തനാവാൻ ശ്രമിക്കുകയാണെന്ന് വേണം നമ്മൾ എപ്പോഴും പറയാനായിട്ട്.
ഓക്കെ. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ പ്രണാമം കൃഷ്ണ. പ്രഭു.